പോകുന്ന അവിടെ നിന്നാണല്ലോ. ജിംകാരേന്നും പടക്കളത്തില് ഫുൾ ടൈം സംസാരിച്ചുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാരും സൈലൻസ്, നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും സൈലൻസ്, മലയുടെ മേളിലാണ്. ഇപ്പൊ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും വിജയ്, സൂര്യ, ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാർസ് എല്ലാവരുടെയും ഒരു സ്വാഗ് വരുന്നില്ലെങ്കിൽ ഹീറോ പൊട്ടൻഷ്യൽ വരുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യണം. താങ്കൾ എങ്ങനെ പേരിൽ തെറ്റി വിളിച്ചിട്ടുണ്ടായിരിക്കും? പിന്നെ എന്റെ സംഗീതമായിട്ട് എപ്പോഴും മാറ്റി വിളിക്കും, സംഗീത് പ്രതാപ് എന്ന് വിളിക്കും. എനിക്ക് ആ ഒരു പാഷൻ, സിനിമ എന്ന് പറയുന്ന ഒരു സൈഡ് മാറ്റി വെച്ച് ഞാൻ ഭയങ്കര മടിയാണ്. ആദ്യം എന്താ നോക്കുക, ഒരു ടെക്നിക്കാണോ, അവന്റെ മുഖമാണോ, അതോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ആണോ? ആദ്യമൊക്കെ ഞാനുണ്ടോന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. സന്ദീപ് പ്രദീപ്, എങ്ങനെയുണ്ട് ജീവിതം? അടിപൊളിയായിട്ട് പോകുന്നു ചേച്ചി. ചേച്ചിയുടെ ജീവിതം എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല, വേദനകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മുട്ടുവേദനയല്ലേ? അതിന് നാട്ടുകാരോ അറിയിക്കരുത്. അങ്ങനെ അവനൂനും മുട്ടുവേദന ഉണ്ട്, എനിക്കും മുട്ടുവേദന ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചു നടന്ന് നമുക്ക് വാക്ക് ദ ടോക്ക് ആവാതെ, പിന്നെ വിചാരിച്ചു ഒരു റിസോർട്ടിലൊക്കെ പോയി നമുക്കൊന്ന് പല പിന്നെ അവസരം മുട്ടുവേദന വെച്ച് വേണ്ട, നമുക്ക് കഫേ 17 ഇരുന്നൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാൻ, അതാണ് ബെറ്റർ നമ്മുടെ ആരോഗ്യത്തിന്. മരുന്നും കഴിച്ച് വെള്ളവും കുടിച്ചിരിക്കുക, അതാണ് ബെറ്റർ. ഇക്കോ കണ്ടു ഇന്നലെ, ഗംഭീരമായിക്കൊരു ടീസർ. അപ്പോൾ അത് ഇത്രയും നല്ലൊരു ഡയറക്ടറിന്റെ കൂടെ, അതും അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഷ്കിന്ധകാണ്ഡം വന്നപ്പോൾ ആരും അറിഞ്ഞില്ല ഇങ്ങനത്തെ ഒരു വലിയ സാധനം നമ്മുടെ മുമ്പിലേക്ക് വരണത്. അതും അദ്ദേഹം ഒരു മിതഭാഷിയാണ്, അധികം സംസാരിക്കില്ല. രണ്ടുപേരും അതിലെ മൊത്തം ടീമും ഭയങ്കര സൈലന്റ്. ഞാൻ പോകുന്ന അവിടെ നിന്നാണല്ലോ, ജിംകാരേന്നും പടക്കളത്തില് ഫുൾ ടൈം സംസാരിച്ചുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാരും സൈലൻസ്, നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും സൈലൻസ്, മലയുടെ മേളിലാണ്. അത് വല്ല പറയണ്ടല്ലോ, അവിടെ പോയി കരഞ്ഞാ പോലെ അവരൊന്നും കേൾക്കൂലോ. അതെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സൈലന്റ് മൂഡായിരുന്നു. മറ്റേ പീസ്ഫുൾ ഷൂട്ടായിരുന്നു, പ്രത്യേകിച്ച് ഒച്ചയമ്പകളൊന്നും ഇല്ല, കാം ആൻഡ് ക്വയറ്റ് ഷൂട്ട് ആയിരുന്നു. പക്ഷേ ഈ അങ്ങനെ ഒരു വിഷനിലേക്ക് വരുമ്പോൾ ഈ ആലപ്പുഴ ജിംഖാനയിൽ ഒരു ഫിസിക്കൽ സ്ട്രെയിൻവേഴ്സ് ഉണ്ടല്ലോ, അടി കുത്ത്, ഖാലിദ് റഹ്മാൻ സ്പെഷ്യൽ. പിന്നെ അതുമാതിരി പടക്കളത്തിലാണെങ്കിലും എഫേർട്ട് കുറേ ഉണ്ട്. ഈ പല എന്താ പറയുക ഇമോഷൻസ് ഇതിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി മിസ്റ്ററി ത്രില്ലർ ആ ഒരു ജോണറിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്തായാലും ഒരു പ്രോസസ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ മാറ്റി പിടിക്കേണ്ടി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്? അല്ല, ഇതില് എനിക്ക് കൂടുതലും എൻ്റെ ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ ആണ് ഇതിൻ്റെ ഒരു ഇതിൽ പറയുന്ന. ഒരു പീരീഡ് സമയത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ കോസ്റ്റ്യൂമും ലുക്കും സംസാര ശൈലിയും അതൊക്കെയാണ് ഇതിലൊരു ചാലഞ്ചിങ് പാർട്ടായിട്ട്. സംസാര ശൈലി എന്തായിരുന്നു? മലയാളം തന്നെ, പക്ഷെ നമുക്ക് ഭയങ്കര കൊളോക്കലായിട്ട് നമുക്ക് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. അവന്റെ ഈ ഫ്രണ്ട്ലി ടോക്ക് ഇല്ലേ, അതും എന്താണ് ബ്രോ, അതൊന്നും പറ്റില്ല. അതിന്റെ അല്ല, ഇപ്പൊ ബാബുലേട്ടൻ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ ബാബുലേട്ടന്റെ ഫുൾ സ്ക്രീൻ പ്ലേ പുള്ളിക്കൊരു വിഷനുണ്ട്, ഇങ്ങനെ ആയിരിക്കണം ഡയലോഗ്സ്, ഇതായിരിക്കണം ഇതിന്റെ മീറ്റർ. അല്ലെങ്കിൽ നമ്മളിപ്പോ നോർമലി പറയുന്ന ഒരു സെന്റൻസിന്റെ ഒരു മീറ്റർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇവിടെ ഒരു പോസ് ഉണ്ടാവും, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറയാൻ ഇപ്പോ എന്നുള്ള ഒരു ഗ്യാപ്പ് വന്നു. അത് ചിലപ്പോ പുള്ളി എക്സാമ്പിൾ ഇപ്പോ പെട്ടെന്നാക്കി തരും. അപ്പൊ മൊത്തത്തിൽ അതൊരു പ്ലേ ഇല്ല. നമ്മൾ നോർമലി കേൾക്കുന്ന സൗണ്ടിങ് ഡിഫറെന്റ് ആക്കാൻ പുള്ളി എപ്പോഴും ശ്രമിക്കും. അപ്പൊ നമുക്ക് നാച്ചുറലി വരുന്നത് എപ്പോഴും പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഒരു ലേ ഔട്ട് ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നിന്ന് അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. എത്ര സമയം പിടിച്ചു? അധികം ഇല്ലെന്ന് പറഞ്ഞാൽ 1-2 ദിവസം എടുത്തു. പിന്നെ ഈ ഷൂട്ടിംഗ് നടന്ന സ്ഥലം എവിടെയാ? അത് നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു. ആ കുളമാവ്, കാഞ്ഞാർ ആ ഏരിയാസ്, ഇടുക്കി ഡിസ്ട്രിക്ട്. ആ ഭാഷ ഇല്ല, അങ്ങനെ ഭാഷ സ്ലാങ് അങ്ങനെയൊന്നും പോർട്രേ ചെയ്യുന്നില്ല. പക്ഷെ മലയാളം തന്നെയാണ്. പക്ഷെ അതിലൊരു പീരീഡിന്റേതായ ഒരു കാര്യമുണ്ട്. എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ലേഔട്ടിലും അല്ല. അതെ, അത് ഞാൻ കണ്ടപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഇസ് വെരി സിമ്പിൾ ആണ്. അതെ, ഞാൻ ഇങ്ങനെ സംസാരിച്ചെന്ന് വെച്ചാൽ ലുക്ക് ഫോർവേഡ് ടു ദ ഫിലിം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെയാണ് അറിഞ്ഞത് ഞാൻ താങ്കളുടെ സിനിമയായിരുന്നു അതെന്ന്. ഇന്നലെ ടീച്ചർ ഇറങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. പുതിയൊരു സിനിമ സെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് സെറ്റിൽ ഒരു എനർജിയാണോ അതോ ഒരു ഈ പറഞ്ഞ മാതിരി നിശബ്ദതയാണോ? എന്തായിരിക്കും ആദ്യം താങ്കൾ നോട്ടീസ് ചെയ്യുക ഒരു പുതിയ ലൊക്കേഷനിൽ വരുമ്പോൾ? അവർക്ക് എന്താ പറയാ, ഇഷ്ടമുള്ള എന്താ പറയാ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം നോക്കും. അതായത് ഇപ്പൊ ചിലവർക്ക് ചില സെറ്റില് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാനായിരിക്കും ഇഷ്ടം. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഡയറക്ടറോട് ഒരുപാട് ചോദ്യം ചോദിക്കണം. അപ്പോഴേ അവർക്കൊരു
അവൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കൊള്ളാം എന്ന് പറയും. ചിലർക്ക് ഒരുപാട് ചോദ്യം ചോദിക്കുന്നത് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അവർക്ക് നമ്മൾ ഒരു സെൽഫായിട്ട് ഒരു ഹോംവർക്ക് ചെയ്ത് വരിക, മിനിമൽ ചോദ്യങ്ങൾ ചോദിക്കുക, അപ്പൊ അവർക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് പ്രോസസ്. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ പേഴ്സണാലിറ്റി ആണല്ലോ, പക്ഷെ നമ്മളാണ് ഇത്രയും ആൾക്കാരോട് വർക്ക് ചെയ്യേണ്ടത്, പല സെറ്റിലേക്ക് പോകേണ്ടത്. അപ്പൊ അവരുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ആവണം എന്ന് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ആ ഡയറക്ടറിന് എന്തായിരിക്കും കൂടുതൽ കംഫർട്ട്. ചിലപ്പം പുള്ളി ഇപ്പം ഒരു സീനിന് മുന്നേ എല്ലാ ഡയറക്ടേഴ്സും എടുക്കുന്ന പ്രിപ്പറേഷൻ ഡിഫറെന്റാ. ചിലവർ ഓൺ ദ സ്പോട്ട് ആ സമയത്ത് ചിന്തിക്കും ഇങ്ങനെ പിടിക്കണം എന്ന് പറയുമ്പോൾ, ചിലവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യക്തമായിട്ട് ഒരു ഐഡിയയിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരും കൺഫ്യൂസ് ആവും, ചിലപ്പോൾ കൺഫ്യൂസ് ആവൂല. അപ്പം അവരുടെ ഒരു എനർജി എന്താണ്, അവരെങ്ങനെയാണ് എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരോടുള്ള എന്താ പറയാ ഇടപഴകല് കാര്യങ്ങളൊക്കെ പിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് 1-2 ദിവസം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ ഒരു പ്രൊജക്ട് വരുമ്പോഴേ ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിലേക്ക് എത്തണമെങ്കിൽ ഒരു പിച്ചിങ്ങിലാണോ തോന്നുക, അതോ ഡയറക്ടറാണോ, അതോ പ്രൊഡക്ഷൻ ഹൗസ് ആണോ, എന്തായിരിക്കും ആദ്യത്തെ ഒരു ഡിസൈഡിങ് ഫാക്ടർ? ആദ്യത്തെ ഡിസൈഡിങ് ഫാക്ടർ ഡെഫിനറ്റ്ലി സ്ക്രീൻ പ്ലേയും നറേറ്റീവ് പാറ്റേണുമാണ്. അതായത് ഇപ്പൊ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചില സിനിമകൾ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷ്വൽസും നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ചിലപ്പോൾ അത് അവര് പറയുന്നതിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും മാച്ച് ആവണം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിന്റെ ഒരു എനർജിയും ഇങ്ങനെയാണോ ബ്രോ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ മനസ്സിലുള്ള കാര്യം ഇങ്ങനെയായിരിക്കും വരുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ ടാലി, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന എനർജി സെയിം ആണ്. അപ്പം സ്ക്രീൻ പ്ലേയിൽ ഉള്ളത് തന്നെ ആയിരിക്കും സിനിമയായിട്ട് വരിക എന്നുള്ളൊരു വിശ്വാസം നമുക്ക് കിട്ടും. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഒരു ട്രസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു ട്രസ്റ്റ് നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ഈ എനർജി മാച്ചിങ് ആണ്. സ്ക്രീൻ പ്ലേയിലും മേക്കിംഗ് രീതിയിലാണെങ്കിലും കഥ പറയുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും ആ പറയുന്ന ആളും പുള്ളി പറയുന്ന കോണ്ടന്റും തമ്മിലുള്ള പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് തമ്മിലുള്ള ഒരു എനർജി മാച്ചിങ് വർക്കായാൽ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇരിക്കാം. പിന്നെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അതില് വരുന്ന ബ്രാൻഡിങ് തൊട്ട് സൗണ്ട് ഡിസൈൻ എല്ലാ ഫാക്ടറും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഞാൻ അത് ചോദിക്കും, ഇങ്ങനെ ഇത് ആരൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ള. അപ്പൊ ഇപ്പം സിനിമ എല്ലാവരിലും അറിയപ്പെട്ടു തുടങ്ങി. ആർട്ട് എല്ലാം മേക്കപ്പ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫാൻ ബേസും ബ്രാൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത്രയും കീനാണ് ഇപ്പോൾ ഓഡിയൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യുന്നു. ആഫ്റ്റർ ഓൾ ഒരു പണ്ട് നടൻ ഡയറക്ടർ എന്നുള്ളതിൽ മാത്രമായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ സൗണ്ട് ഡിസൈനേഴ്സിന് ഒരു ഫാൻ ബേസ് ഉണ്ട്, ആർട്ട് ഡയറക്ടേഴ്സിന് ഫാൻ ബേസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അന്ന് ഇന്നും ഉണ്ടല്ലോ, ഞാൻ കണക്കുന്ന സൗത്ത് ഇന്ത്യയില് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻസിന്റെ പേര് വരുമ്പോൾ കയ്യടി വാങ്ങുന്ന ജനത സൗത്ത് ഇന്ത്യയിലാണ്. ഞാൻ ഇപ്പോഴും കണ്ടിട്ട് അശോക കണ്ടപ്പോൾ അതല്ലെങ്കിൽ രവി കെ ചന്ദ്രന്റെ പേര് വരുമ്പോൾ ഇപ്പൊ ദേ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫർ ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവം. പണ്ട് ഞാൻ പറഞ്ഞ പോലെയാ, ഡയറക്ടേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആക്ടറിനോ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു അതെല്ലാം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കൂടെ കൂടും. ഓക്കെ, ഈ ടീമാണ്, അപ്പൊ ഈ ടീമിൽ ഇയാളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. വെരി എന്താ പറയാ, വളരെ കറന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ. അത് നല്ല കാര്യം ശരിക്കും, ബിക്കോസ് ഇറ്റ് എഫക്ട്സ് യുവർ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിന് അത് കോംപ്ലിമെന്റ് ചെയ്യും, പഠിക്കാനും പറ്റും. തീർച്ചയായിട്ടും. ഈ ഇപ്പോഴത്തെ ഒരു സ്പേസിൽ സന്ദീപ് ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോയ് നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ റൊമാൻറ്റിക്, അതല്ലെങ്കിൽ യങ് ബോയ് ഹൂസ് ഗെറ്റിംഗ് ഇൻ ടു അനദർ ഡിഫറെന്റ് യൂണിവേഴ്സ്, അങ്ങനത്തെയൊക്കെ ഉള്ള കഥകളിലേക്ക് എത്താൻ സന്ദീപിന്റെ പ്രായം ഭയങ്കരമായിട്ട് താങ്കളെ സഹായിക്കുന്നു. വളരെ കുറച്ച് ആൾക്കാരെ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുള്ളൂ. സോ ആ സമയത്ത് അങ്ങനത്തെ പ്രൊജക്ട്സ് കയ്യിൽ വരുന്നുണ്ടോ, അതോ ഒക്കെ സ്റ്റീരിയോ ടൈപ്പ് ആവാതെ എങ്ങനെയാ ശ്രമിക്കാറ്? ഞാനിപ്പം സെലക്ട് ചെയ്തേക്കുന്ന പടങ്ങളെല്ലാം മാക്സിമം സ്റ്റീരിയോ ടൈപ്പ് ആവാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ ഫാലിമിയിലെ ക്യാരക്ടർ അല്ല ജിംഖാനയിലെ ഷിഫാസ് അല്ല പടക്കളത്തിലെ ജിതിനും രഞ്ജിത്തും ഡിഫറെന്റ് ആണ് ആ സിനിമയിൽ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പൊ എക്കോയിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സാധനം വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. കൂടുതലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ രീതിയിൽ കുറച്ചാള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ മോസ്റ്റ്ലി ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകളും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സിനിമകളും പുതിയത് എക്സൈറ്റ് ചെയ്യുന്ന എന്താ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യും. ഈ 6 പടത്തിനുള്ളിൽ അങ്ങനെയല്ല, ഇത് 6 പടത്തിന്റെ അല്ല. ഇപ്പൊ നമ്മള് ഒരു തവണ നമ്മളിപ്പോ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വരുന്നു, ഒരുമിച്ച് നമ്മൾ 5ഉം സെയിം ഫുഡ് ഓർഡർ ചെയ്യില്ലല്ലോ. നമ്മൾ 5 ഫുഡ് അടുപ്പിച്ച് ഓർഡർ ചെയ്യുന്നതും ഈ പറയുന്ന വല്ലപ്പോഴും വന്ന് കഴിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുപ്പിച്ച് ചെയ്യുന്നില്ല, 6 ഡിഫറെന്റ് ചെയ്യാൻ. പക്ഷെ അതിനുള്ള ഒരു സ്പേസിലാണ് താങ്കൾ ഇരിക്കണേ സാധാരണ അല്ലെ. ആ ഒരു യങ്
ഇപ്പോൾ ഒരു പഴയ ഒരു ഇതിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എല്ലാ സ്റ്റാർസും വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ദിസ് സ്പേസ് ഇസ് ആക്ച്വലി ഫ്രീ. അത് നിങ്ങൾ 3-4 പേർക്ക് ഇവിടെ ഉള്ളൂ. അത് നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഒരു സിനിമ പ്രോസസ്സിൽ ഏറ്റവും ഇപ്പൊ താങ്കൾ സിനിമ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലേ? എന്താ സബ് ഒറിജിനൽസ്, റൈറ്റ്? എന്തായിരുന്നു ഷോർട്ട് സബ് ഒറിജിനൽസ്? ഞാൻ റീസെന്റ് ചെയ്താണ്, കോവിഡ് സമയത്ത് നമ്മൾ ഉപയോഗിച്ചതാണ്. അതിന് മുന്നേ ഞങ്ങൾക്ക് ലൂമിയ ബ്രോസ് അതാണ് ഷോർട്ട് ഫിലിം ഗ്രൂപ്പ്. ഈ സിനിമ പഠിച്ചത് എഞ്ചിനീയറിംഗ് അല്ലേ? അല്ല, വിഷ്വൽ എഫക്ട്സ്. സിനിമ ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. അപ്പൊ എന്തായാലും സിനിമ ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടല്ല സിനിമയിലേക്ക് വന്നത്. മറ്റുള്ളവരെ ഇത് വിനീത് ശ്രീനിവാസനുള്ള ചോദ്യമാണ്. മൊത്തം. അപ്പൊ എപ്പോഴാണ് ഈ സിനിമ മോഹം മനസ്സിൽ വരുന്നത്? വളരെ ചെറുപ്പത്തില്, 9ാം ക്ലാസ് 8ാം ക്ലാസ്. ഏത് സിനിമ കണ്ടപ്പോഴായിരുന്നു എനിക്ക് ഈ മീഡിയത്തിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അതിലുണ്ട് എന്ന് തോന്നുന്നത്? കണ്ണാടി മുമ്പിലൊക്കെ മിക്കവാറും അഭിനയിച്ചിട്ടുണ്ടാവും നിങ്ങളുടെയൊക്കെ പ്രായത്തിലെ കുട്ടികൾ. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ദിസ് ഇസ് മൈ ലൈൻ എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റി പറയൂ. മാറ്റി പറയാൻ അതായത് എനിക്ക് കൊച്ചിലെ പറയുന്ന സ്വാഗുള്ള സിനിമകൾ കാണുമ്പോഴാണ് എനിക്ക് ഹീറോ അല്ലെങ്കിൽ സിനിമ എന്നുള്ള ഒരു മീഡിയത്തിന്റെ ഒരു വലിപ്പം ഫീൽ ചെയ്യുന്ന അവിടെയാണല്ലോ. റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റിനേക്കാളും ഒരു വലിപ്പം കാണിക്കുമ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് കാണുമ്പോഴാണ് നമുക്ക് ആ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയോട് മൊത്തത്തിലൊരു ആരാധനയും ഒരു സബ്മിസീവ്നെസ്സും ഫീൽ ചെയ്യുന്നു. പൊളിയാണുള്ള ഏരിയ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് സ്വാഗുള്ള സിനിമകൾ കാണുമ്പോഴാണ് കൂടുതലും ഇപ്പൊ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും വിജയ്, സൂര്യ, ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാർസ് എല്ലാവരുടെയും ഒരു സ്വാഗ് വരുന്ന അല്ലെങ്കിൽ ഹീറോ പൊട്ടൻഷ്യൽ വരുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യണം, സ്ലോ മോഷൻ നടക്കണം, ചവിട്ടി നിൽക്കണം എന്നൊക്കെയുള്ള ആ അങ്ങനത്തെ ഒരു ത്വരയെന്നാണ് എനിക്ക് കൂടുതലും ഒരു ഇത് വന്നത്. അന്ന് നോക്കിക്കണ്ട 9ാം ക്ലാസ്സുകാരൻ പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും അന്തരം കൃത്യമായിട്ട് ലൈഫിൽ ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ലേണിങ്ങിന് ഉണ്ടായിട്ടുണ്ടോ? ഇൻഡസ്ട്രി സിനിമ മാറിക്കൊണ്ടേയിരിക്കാം, ക്രിയേറ്റിവിറ്റി മൊത്തത്തിൽ മാറിക്കൊണ്ടേയിരിക്കാം. ആ സമയത്ത് നമ്മൾ കണ്ട സിനിമയുടെ ആസ്വാദനമല്ല ഇപ്പോഴും. അപ്പോൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക, എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കൂടുതലും കോവിഡ് ആ ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അപ്ഡേറ്റഡ് ആയതും കൂടുതൽ ബാക്കി സിനിമകളൊക്കെ കണ്ട് എക്സ്പോസ്ഡ് ആയി. അപ്പം പെട്ടെന്ന് അതിൻ്റെ ഒരു ജോണർ ഷിഫ്റ്റും ടേസ്റ്റിന്റെ ഷിഫ്റ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഈ പറയുന്ന മേജർ ഡിഫറൻസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടോ എന്ന് പറയാനും മാത്രം എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ ഇപ്പൊ റീസെന്റ് വന്നല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അന്നും ഞാൻ ഉണ്ട് ഇന്നും ഉണ്ടെങ്കിൽ എനിക്ക് പറയാം അന്നിങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയായിരുന്നു. പക്ഷെ ആ 10 കൊല്ലം കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് വന്നപ്പോ ടേസ്റ്റും സിനിമകളുടെ ഒരു മേക്കിംഗ് പാറ്റേണിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നുള്ളതല്ലാതെ വലിയൊരു ചേഞ്ച് വന്നായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെയാ? ഈ ഒരു സ്ക്രിപ്റ്റ് വിശ്വസിക്കണം, അതിൽ നിന്നും വരുന്ന പ്രൊഡക്ഷനിൽ ഒരാളെ വിശ്വസിക്കണം, പിന്നെ ഡയറക്ടറെ വിശ്വസിക്കണം, പിന്നെ അവനോനിൽ തന്നെ ഒരു എന്താ പറയുക ഡബിൾ മൈൻഡ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ ഇത്രയും ചെറു പ്രായത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്? റെസ്പെക്ട് എല്ലാ ഇതിലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വളരെ നല്ല കാര്യം പറയുന്നത്. നമ്മൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ല, റെസ്പെക്ട് ഇസ് എവരിബഡി ഈസ് റൈറ്റ്. അതെ അതെ, അതൊക്കെ എനിക്ക് ഇവര് ഇപ്പം നമ്മുടെ എക്കോയിലേക്ക് വരുമ്പോൾ പടക്കളത്തിന്റെയും ആലപ്പുഴ ജിംഖാനയുടെയും റിലീസിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയാണ് എക്കോ. അതായത് പടക്കളത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു, അപ്പോഴാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ റിലീസ് ആയിട്ടില്ല. ആലപ്പുഴ ജിംഖാനയും പടക്കളും റിലീസ് ആയിട്ടില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ഇവര് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അതാണ് അവരുടെ ഒരു ക്വാളിറ്റി. അവർ സംസാരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് എന്താണോ ആ സ്പേസ്, ആ വാല്യൂ നമുക്ക് തന്ന്, നമുക്ക് സ്പേസ് തന്ന്. ഇപ്പം എന്താ ആ സമയത്ത് ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള റീസൺ, ഇപ്പൊ എക്കോയിലേക്ക് ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ബാലേട്ടനും എന്നെ ദിഞ്ചിത്തേട്ടനെ വിളിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കഥ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കഥ കേൾക്കാൻ പറഞ്ഞപ്പോൾ കഥയായിട്ട് ഇത് പറഞ്ഞാൽ ശരിയാവില്ല, ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കെട്ട് തന്നു, ഒരു ബുക്കിന്റെ കെട്ട് തന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ഇത് വായിക്കണം, ഞാൻ നിനക്ക് റൂം എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ താഴെ. അപ്പോൾ നീ അവിടെ പോയി ഇരുന്ന സമാനത്തോടെ നീ ഇന്ന് വേണ്ടി ഇവിടെ താമസിച്ച് വായിച്ചോ, എന്നിട്ട് അത് വായിച്ചിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് ഇന്ന് തന്നെ ഒന്ന് പറയണോടാ എന്ന് പറഞ്ഞു. പുതിയ ഒരാളോട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് തന്നിട്ട് നീ നിന്റെ ഒരു ടൈം എടുത്ത് എനിക്ക് റൂം എടുത്ത് എന്ന് വായിച്ചിട്ട് അങ്ങനെയൊന്നും അവർ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പുതിയ
എന്താ പറയാ, ഇതൊക്കെയാണ് ഒരു ഐഡിയ, ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മതി. കാര്യം അവര് കിഷ്കിന്ധാരണം പോലത്തെ അത്രയും ബ്ലോക്ക് ബസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ആ ഒരു വാല്യൂ അപ്പൊ എനിക്ക് കൂടുതലും അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഓക്കെ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കൺസിഡറേഷൻ തരുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ സമയത്ത് ഫാലിമി മാത്രമേ എന്റെ ഇറങ്ങിയിട്ടുള്ളൂ. അതൊരു വലിയ അവരുടെ ഭാഗത്ത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചെന്ന് വായിച്ചു. അപ്പൊ എനിക്കും അങ്ങനെ തോന്നി, അതായത് ഇപ്പൊ തന്നെ അവർക്ക് വേണ്ടി എഫേർട്ട് ഇടണം. നമ്മുടെ മൈൻഡ് സ്പേസ് ഇതിന് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്ക് വായിക്കേണ്ട ഒരു മൈൻഡ് സ്പേസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ വീട്ടിൽ ചെന്ന് 2 ദിവസം ചിലപ്പോൾ ആ ഒരു സ്റ്റോറി വായിക്കുന്ന ഒരു സ്പേസിലേക്ക് വരുമ്പോഴേ നമ്മൾ കൂടുതലും വായിക്കുള്ളൂ. പക്ഷെ ഇതെനിക്ക് അപ്പൊ തന്നെ ഓക്കെ വായിക്കണം എന്നുള്ളൊരു സാധനം വന്നു. അപ്പൊ തന്നെ ഞാൻ പോയി ഒരു 7-8 മണിക്കൂർ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ചു. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ ചെന്ന് പോലേട്ടാ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് ഇങ്ങനെ ഡൗട്ടുകളൊക്കെ വായിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ പുള്ളി അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പൊ ഞാൻ അങ്ങനെയാണ് എനിക്ക് അതിലേക്ക് ഒരു ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ശരിക്കും ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വെരി നൈസ്. അതെന്ന് നമ്മള് അത് പെർഫോമൻസിന് ഒരുപാട് നന്നായിട്ട് ബാധിക്കും. ഐ മീൻ എക്സ്പീരിയൻസ് നന്നായിട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിന് മുമ്പും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ഒരു പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ, ഒരു സിനിമ പ്രോസസ്സ് ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ ന്യൂ കമർ, ഈ പറയുന്ന ന്യൂ കമർ റെസ്പെക്ട് ചെയ്യാൻ അധികം നമുക്ക് റോള് കിട്ടണം, അതല്ലെങ്കിൽ പക്ഷെ അപ്പോൾ ആദ്യം 18 പടി ശങ്കർ രാമകൃഷ്ണൻ, അതെവിടെയായിരുന്നു ആ അത് ഈ പറയുന്ന അത് ഓഡിഷൻ ഒരു പ്രോപ്പർ ഒരു സിനിമ മോഹി ചെന്ന് എത്തിപ്പെടുന്ന രീതിയിൽ ഞാൻ എത്തിപ്പെട്ടത്. അതായത് നിവിൻ പോളി ചേട്ടൻ ഒരു വീഡിയോ ഇടുന്നു, ഓഗസ്റ്റ് സിനിമാസിന്റെ ഒരു വീഡിയോ ഇടുന്നു, പുതിയ ആൾക്കാരെ വേണമെന്ന് പറയുന്നു. ഞാൻ ഓഡിഷൻ അയക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഓഗസ്റ്റ് സിനിമാസിന് വിളിക്കുന്നു, അവിടെ ചെല്ലുന്നു, ഓഡിഷൻ ചെയ്യുന്നു. ഞാൻ ചെസ്റ്റ് നമ്പർ 1 ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യം പോയി നിന്ന്, ഇനി കുറെ കഴിയുമ്പോൾ ബോറടിച്ച് മടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കൂല. അപ്പൊ ഞാൻ ഫസ്റ്റ് പോയി നിന്ന്, ആദ്യം ഫസ്റ്റ് തോട്ടിൽ തന്നെ അവർക്ക് എന്നെ കാണണം എന്നുള്ള രീതിയിലൊക്കെ ആദ്യം പോയി നിന്ന് അങ്ങനെ ഞാൻ പെർഫോം ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. ഓർമ്മയുണ്ട് പറഞ്ഞ ഡയലോഗ് എന്താന്ന്? ഏത് ഓഡിഷനോ? ഓഡിഷൻ സ്പോട്ട് അങ്ങനെ ഡയലോഗ് സ്ക്രീൻ പ്ലേ ഒന്നും ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്ന് ബിഹേവ് ചെയ്യാനുള്ള എനിക്ക് തോന്നണ ഒരു എന്തായിരുന്നു, എനിക്ക് തന്നൊരു സാധനം ഓഡിഷനില് ഒരു പാട്ട് പാടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് ഞാൻ സ്കൂള് വിട്ട് വരുന്നു. സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വരുന്ന ഒരു പയ്യൻ, വീട്ടില് അമ്മ ഉണ്ട്. അപ്പൊ അമ്മ അടുക്കളയിലുള്ള പണിയിലാണ്. അപ്പൊ ഞാൻ വന്ന് ഡ്രസ്സ് ഊരി കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് അമ്മയോട് സംസാരിച്ച് ആ ഒരു മൊത്തം സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് മൊത്തം ഒരു പാട്ട് പാടിക്കൊണ്ട് ചെയ്യണം. അപ്പൊ ഞാൻ വന്ന് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി അവിടെ നിന്ന് അതിന്റെ ഇടയിൽ അമ്മ എന്തായി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ പിന്നെയും പാട്ട് പാടി. അങ്ങനെ അപ്പ കിട്ടിയതല്ലേ? ഇതിങ്ങനെ സിറ്റുവേഷൻ തന്നു ആ സമയത്ത് നമ്മളൊരു അങ്ങനെയൊക്കെ അതായിരുന്നു എനിക്ക് ഓർമ്മയുള്ളൊരു അങ്ങനെ ഒരു 3-4 ചെയ്തു. എന്നിട്ട് ഇത് എപ്പോഴാണ് ആദ്യം ലോക്ക് ആയത് തന്നെ? താങ്കൾ നമ്പർ 1 ആയി? അപ്പോ നമ്പർ 1 അല്ല, അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ പേര് വന്നു. ഞാൻ നോക്കുമ്പോ പിന്നെ ഞാൻ ഡോർ തുറന്നിറങ്ങുമ്പോ അവിടെ ഒരു ജനക്കൂട്ടം നമ്പർ 1 ആയതുകൊണ്ട് ഇറങ്ങി. അതെ, ഞാൻ എന്നിട്ട് അത് 18-ാം പടി തന്നെയായിരുന്നു സക്സസിലോട്ട്. അതെ അതെ, വെരി ഗുഡ്. ആലപ്പുഴ ജിംഖാനയിൽ ഇങ്ങനത്തെ ഇത്രയും പ്രിപ്പറേഷൻ സിനിമ ആദ്യമായിട്ട് ചെയ്യണേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഫാലിമി എനിക്ക് ചുമ്മാ ബിഹേവ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. അപ്പൊ തന്നെ റൊമാനിക്ക് വന്നിട്ട് കയ്യൊടിയും കാലൊടിയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. അപ്പൊ ഇത് ചിലപ്പോൾ പടം കഴിയുമ്പോൾ എന്റെ കയ്യക്കൊടി കിട്ടും. അപ്പൊ ഞാൻ ആയിരിക്കും എന്റെ 2ാമത്തെ പടത്തിന്റെ കയ്യക്കൊടി ഞാൻ ഫീൽഡോട്ട് ഓവർതിങ്ക് ചെയ്ത് പോയി. പിന്നെ പേടിപ്പിക്കും. ആ പേടി നേരത്തെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മൈൻഡും കൂടെ ഒന്ന് സ്ട്രെങ്ത് ആവല്ലോ. അപ്പൊ അതിന്റെ ഒരു ടാക്ടിക്കാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ടാക്ടിക് മാത്രമല്ല, ശരിക്കും കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. കാപ്പി വന്നു കുടിക്കാം. പഞ്ചസാര ഇടോ? സാധാരണ അത് ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആണോ? അങ്ങനെയൊന്നുമില്ല, പഞ്ചസാര ഇടയ്ക്കിടും. കൊള്ളാം, പഞ്ചസാര ഇല്ലാതെയും കൊള്ളാം. അതെ. അപ്പൊ സാധാരണ അങ്ങനെ ഒരു ഇപ്പൊ ഒരു ഞായറാഴ്ച ഉള്ളൊന്ന് അങ്ങനെ സാധാരണ ദിവസം എന്താ ചെയ്യാ? എത്ര സമയമാണ് റീൽ? എത്ര സ്ക്രീൻ ടൈമാണ് ഒരാഴ്ച? അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ അവനോനെ എന്നെ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ഒരിടയ്ക്ക് എന്നെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമ്മളെ ഒരു 5 മിനിറ്റ് കണ്ട പിന്നെ നമുക്കൊരു 15 മുന്നിലേക്ക് ഇട്ടുതരും, കണ്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരുപാട് എനിക്ക് പടക്കളത്തിന് ശേഷമായിരിക്കും സന്ദീപിന്റെ ഒരു പടം മറ്റേ ടിപ്പിക്കലി ആ സീറ്റിൽ നിന്ന് മാറി വർത്താനം പറയുന്ന ഒരു സീനായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ അതിനുശേഷം ഈ പബ്ലിക് റെക്കഗ്നിഷൻ ഉണ്ടല്ലോ, അത് മാറിയിട്ടുണ്ടാവണം ഒരുപാട്. അതൊക്കെ എങ്ങനെ സാധാരണ നിലയിൽ ഹാൻഡിൽ ചെയ്യുക?
അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഓവർതിങ്ക് ചെയ്തിട്ടില്ല. ഈ പറയുന്ന കുറച്ച് ഫോളോവേഴ്സ് കൂടി മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങി. കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല അഭിപ്രായം പറയാൻ വരും. അങ്ങനത്തെ ചേഞ്ചസ് കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ വഴിയിൽ എനിക്കൊക്കെ പറ്റണമെന്ന് വെച്ചെങ്കിൽ വഴി പോകുമ്പോൾ എന്നെ പേര് തെറ്റി വിളിക്കും പലരും. അപ്പൊ താങ്കൾ എങ്ങനെ പേരിൽ തെറ്റി വിളിച്ചിട്ടുണ്ടായിരിക്കും? പിന്നെ എന്നെ സംഗീതമായിട്ട് എപ്പോഴും മാറ്റി വിളിക്കും. സംഗീത് പ്രതാപ് എന്ന് വിളിക്കും. അല്ല സംഗീതമില്ല അവന്റെ. അപ്പൊ ഞങ്ങളുടെ പേര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രീതിയിൽ സംഗീതം തന്നെ വിളിക്കണം. സംഗീതമല്ല സന്ദീപ്. അത് സംഭവിക്കാറുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരുന്നുണ്ടോ? അങ്ങനെ അല്ല, പരിചയമുള്ളവർ എനിക്ക് എന്താന്ന് വെച്ചാൽ നാച്ചുറലി എനിക്കത് വരും. നാച്ചുറലി എനിക്ക് അല്ല, മുഖത്ത് എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ എന്നെ ഓർമ്മ ചോദിക്കുമ്പോ ഇല്ല എന്ന് വരും. അപ്പൊ ഞാൻ പറയില്ലല്ലേ, എനിക്കത് വരും. അപ്പൊ അവര് പറയും അയ്യോ ഓർമ്മയില്ലേ, എന്താ മറന്നു, സോറി ചേട്ടാ എന്താണ്. 2 സിനിമ ഹിറ്റ് ആയപ്പോ എന്നെ മറന്നു. വീട്ടിലെങ്ങനെയാ സന്ദീപിന്റെ ഒരു സ്പേസ് എങ്ങനെ? അവനവന്റെ റൂം, അതിൽ കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു റൂമും ഇപ്പൊ വലുതാകുമ്പോ കുറച്ച് കാര്യങ്ങൾ മാറുമല്ലോ. പണ്ടൊക്കെ പോസ്റ്റേഴ്സ് ഒട്ടിക്കലൊക്കെ ആയിരുന്നു നമ്മളെ. പക്ഷെ വാട്ട് ഈസ് ദാറ്റ് യുവർ സ്പേസ് അറൗണ്ട്? എനിക്കങ്ങനെ എന്താ പറയാ, ഞാൻ റെന്റഡ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരുപാട് റെന്റഡ് സ്ഥലത്ത് മാറി 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 അല്ല, എൻ്റെ ഒരു അതായത് ഞാൻ വൈക്കത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്തേക്ക് വന്നപ്പോൾ ഇവിടെ വീട് ഇല്ല, നമ്മൾ റെന്റഡ് ആണ് താമസിക്കുന്നത്. അപ്പൊ കുറെ വീടുകൾ നമ്മൾ മാറി. എനിക്ക് പൂമ്പാറ്റയാണ്. അപ്പൊ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 വർഷം ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റും. എനിക്കത് കഴിയുമ്പോ ബോറടിക്കും. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല തൽക്കാലം. പക്ഷെ എനിക്ക് ഈ ഒരു കാരണം കൊച്ചിലെ തൊട്ട് ഞാൻ എനിക്ക് വളരെ നേരത്തെ എന്റെ വീട് വിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം കുറെ വീടുകൾ ഞാൻ മാറി. അപ്പൊ മാറി 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 പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കൊരു ബോറടിക്കും. അപ്പൊ എനിക്കൊരു പോയിന്റ് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇത് ബോറടിച്ചല്ല പോകണമെന്ന്. അപ്പൊ എനിക്കൊരു ഓണർഷിപ്പ് ഒരു വീട്ടിനോട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വെരി നൈസ്. അത് നല്ലതാണ് അങ്ങനത്തെ ഒരു തോട്ട്. കാരണം നമ്മൾ ഈ വീട് മേടിക്കുക, സ്ഥലം മേടിച്ച് വീടുണ്ടാക്കുക, ഇതൊക്കെ നമ്മൾക്ക് വലിയൊരു പ്രാരാബ്ധ പരിപാടികളാണ് നമ്മുടെ ലൈഫിൽ. എനിക്ക് എവിടെയോ ഒരു ആഗ്രഹമുണ്ടത്. കാര്യം ഇത്രയും നാൾ അത് ഇല്ലാത്തത് കാരണം വൺസ് അത് അച്ചീവ് ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പക്ഷെ നല്ല പോയിന്റ് അല്ല. എന്ന് വെച്ചെങ്കിൽ ഡിറ്റാച്ച്മെന്റ് നല്ലതാണ് അങ്ങനെയാണ് അല്ലേ? ഐ യു ഡിറ്റാച്ച്? അങ്ങനെ ചിലപ്പോൾ ചില എന്തെങ്കിലും ജീവിതത്തിൽ പല ലോസുകൾ ഉണ്ടായിട്ടുണ്ടാവണം. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ റോള് വിചാരിച്ചത് പോയതായിരിക്കാം. അതിനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം സാധാരണ? എനിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് എന്താ പറയാ, ഇപ്പൊ ഒരു സംഭവം പോയി, ഞാൻ ഇമ്മീഡിയറ്റ്ലി പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളല്ല. അതിന്റെ ഗ്രീഫ് ഉണ്ടാവും എൻ്റെ ഉള്ളിൽ. ഞാൻ കുറച്ച് നാള് കൊണ്ടു നടക്കും. ബട്ട് വൺസ് ഐ ലെറ്റ് ഇറ്റ് ഗോ, അത് കംപ്ലീറ്റ്ലി വാനിഷ്. എനിക്കത് പിന്നെ ഒരു ഹാങ് ഓവർ ആയിട്ട് തരില്ല. അതാണ് എൻ്റെ ഒരു നല്ല കാര്യമാണ്. പോയാ പോട്ടെ, 2 ദിവസം പിടിച്ചാലും ഐ വിൽ ഫീൽ ഇറ്റ് കംപ്ലീറ്റ്ലി, then I let it go. അതാണ് എൻ്റെ ഒരു പരിപാടി. ലെറ്റ് ഇറ്റ് ഗോന് എത്ര സമയം പിടിക്കും? Saying no to something depends on the gravity. എത്രത്തോളം അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിലിരിക്കും. പക്ഷെ റോളുകള് ഞാൻ ഈ പറയുന്ന റോൾ സിനിമയുടെ ചാൻസുകളാണെങ്കിലും വരുന്ന ഇപ്പം ഒരു നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അതിലൊന്നും ഞാൻ അറ്റാച്ച്ഡ് അല്ല. അതിലൊക്കെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഡിറ്റാച്ച്മെന്റ് ആണ്. ഇപ്പം ഒരാള് ഹെവി ആയിട്ട് പ്രൈസ് ചെയ്താലും ഒരാൾ ഹെവി ആയിട്ട് നെഗറ്റീവ് പറഞ്ഞാലും എന്നെ അത്രയും ബാധിക്കില്ല. വീട്ടില് ഒരു ജനാല തുറക്കുമ്പോൾ, ഇപ്പോൾ വാടക വീടാണെങ്കിലും സ്വന്തം ഒരു വിൻഡോ തുറക്കുമ്പോൾ കാണണം എന്നുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ എന്തായിരിക്കും? സീ, സൺസെറ്റ്, സൺറൈസ് വ്യൂ വേണ്ട എനിക്ക്. സൺറൈസ് കാണാൻ പാടായിരിക്കും. രാവിലെ കണ്ടേ അത് കാണാൻ പറ്റില്ല. അപ്പൊ വൈകുന്നേരം ഒരു ഈവനിങ് ചായ ഒക്കെ കുടിച്ച് ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കുക എന്നുള്ളതായിരിക്കണം എൻ്റെ ഒരു. ചെറിയൊരു കാലത്തെ നമുക്ക് വിചാരിക്കുമോ ഇന്നെ വീട്ടിൽ ഇതാണ് ഈ റൂമിൽ ഞാൻ സ്പേസ് പറയുന്നത് വെച്ചെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യെത്താ ദൂരത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കയ്യെത്തണ ദൂരത്ത് വേണ്ട കാര്യങ്ങൾ വീട്ടിൽ? ഫോൺ, ചാർജർ, പിന്നെ എൻ്റെ ഞാൻ ബാങ്കോക്കിൽ പോയപ്പോ മേടിച്ചൊരു സാധനം ഉണ്ട്, ഇൻഹേലർ ഉണ്ട്. വെറും ഇൻഹേലർ ആണല്ലോ അല്ലേ? അല്ല, അതെ. പിന്നെ ഞാൻ മറ്റൊരു പച്ചക്കളുടെ സാധനം ഉണ്ട്, നല്ല വിക്സ് പോലെ ഇരിക്കും, അതിങ്ങനെ മണക്കാം. ഇതിനോട് ആരോ പറഞ്ഞില്ലേ ഒരു ഉഗ്ര സാധനം? അത് ഞാൻ ഇങ്ങനെ മേടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തിനത്?
അത് ഒരു അഡിക്റ്റീവ് ആണ് അത്. ഞാൻ ഈ വിക്സേ കണ്ണിന്റെ മുകളിലും ഇവിടെയും പെരട്ടിട്ട് കിടന്നുറങ്ങുക. നല്ല സുഖമല്ലേ, തുറക്കാൻ പറ്റൂല, തുറക്കുമ്പോൾ തന്നെ അടക്കേണ്ടി വരും. പക്ഷെ എന്തായി അവിടെയൊക്കെ പൊള്ളി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇഞ്ചി കരുതേക്ക് മുഖക്കാകുമ്പോ ആകെ വേറെ വഴിയാകും. എനിക്ക് കൊച്ചിലെ ഈ സ്വഭാവം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പയ്യെ മാറ്റി, സ്കിന്നൊക്കെ നോക്കി തുടങ്ങിയപ്പോ. അവരാണ് പിന്നെ സിനിമയിൽ അഭിനയിച്ച സുന്ദരനാണല്ലോ, അതുകൊണ്ട് സ്കിന്നൊക്കെ നോക്കണം. അത് അങ്ങനത്തെ ഒക്കെ കുറെ പുതിയ സ്വഭാവങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചെങ്കിൽ തലമുടി നോക്കണം, ഫാന്റാസ്റ്റിക് ഹെയർ അതൊക്കെ നോക്കണം. പിന്നെ കൂടുതലുള്ള ആൾക്കാർ വേഷങ്ങൾ പുതുത് മേടിക്കുമ്പോൾ അതിനെ സെലക്ട് ചെയ്യണം. ഇതൊക്കെ അമ്മയാണോ സഹായിക്കുക? അമ്മ സഹായിക്കും. നിങ്ങൾ എത്ര മക്കളാ? അനിയത്തി ഉണ്ട്, ഞാൻ. അനിയത്തിക്ക് പക്ഷെ ചേട്ടൻ അങ്ങനെ വില ഉണ്ടാവില്ലല്ലേ വീട്ടില്, കാരണം അടിപിടി കൂടുന്ന അനിയത്തി നല്ല വില. ആണോ? വന്നു കഴിഞ്ഞു അഭിനയിച്ച ഒരുത്തം വന്നിട്ട് മോൻ. അല്ല, അനിയത്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹം. ഞങ്ങള് ടിപ്പിക്കൽ ഫൈറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന. കുറെ വയസ്സ് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾ ഒരു 8-9 വയസ്സ് വ്യത്യാസം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ. അനിയത്തി കുട്ടിയുടെ പേരെന്താ? സഞ്ജന. സഞ്ജന. ഓക്കെ. അപ്പൊ ഔട്ടി എന്താ ചെയ്യുന്നേ? അവള് VFX പഠിക്കുന്നത് ഇപ്പൊ. ഞാൻ വന്ന പാതയിലൂടെ. കുട്ടി ബാംഗ്ലൂരിനെ അല്ല, സിനിമ അഭിനയം വീട്ടിലേക്കുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോഴേ വാട്ട് ഈസ് ദാറ്റ് യു ഫീൽ? എന്നും തീവീട്ടിൽ തിരിച്ചപ്പോ എൻ്റെ വീട് വാടക ആയാലും സ്വന്തമാണെങ്കിലും നമുക്കൊരു ഫീലിംഗ് ഉണ്ടോ? നമ്മുടെ കിടക്ക, നമ്മുടെ വീട്, നമ്മുടെ തീൻമേശ, നമ്മുടെ സോഫ, TV കാണുന്നത്, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ മിസ് ചെയ്യാറുണ്ടോ? അതോ ഇപ്പം വെൻ യു കം ബാക്ക് വാട്ട് ഈസ് ദാറ്റ് യു ലുക്ക് ഫോർവേഡ് ടു ആദ്യം? എനിക്ക് ഞാൻ ഈ വീടുകൾ മാറുമ്പോൾ ഞാൻ ഒരിക്കലും ഫുള്ളി ഫർണിഷ്ഡിൽ പോകില്ല. എന്റെ എലമെന്റുകൾ കൊണ്ടേ ഞാൻ പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും എന്റെ സാധനങ്ങളായിരിക്കും ഫുള്ളി ഇരിക്കുക. സോഫ ആണെങ്കിലും TV ആണെങ്കിലും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തില് ചേഞ്ച് ആവൂല, ഒരു സ്ട്രക്ചർ ചേഞ്ച് ആവും, എന്നാ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ തന്നെ ആയിരിക്കും. അപ്പൊ മോസ്റ്റ്ലി ആ ഒരു ഹോംലി എലമെന്റ് ആണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണം. എല്ലാം മാറി കഴിഞ്ഞാൽ ചിലപ്പോ എങ്ങനെയായിരിക്കും അറിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ചില സമയത്ത് നിങ്ങളുടെയൊക്കെ ലൈഫിൽ പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടായിട്ട് ഒന്ന് ഒരുപാട് കാലം നിൽക്കും. ചിലപ്പോൾ 1ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. ചില സമയത്ത് വന്നു, പിന്നെ ചില സമയത്ത് ഇല്ലാണ്ടാവും. ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഹിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടോ? എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരാണ് എൻ്റെ ഇപ്പോഴത്തെയും കൂട്ടുകാർ. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ക്ലോസ് ഗ്യാങ് ആണ്. എനിക്ക് ഒരുപാട്, ഞാൻ എന്താ പറയാ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ഉള്ളത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം നാച്ചുറലി ആ പാർട്ടിലേക്ക് കയറി വരുന്നെങ്കിലുള്ളൂ കുറച്ച് കമ്പനി അടിക്കാം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വരാറില്ല. ഇപ്പം ഞാൻ ആ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ പറ്റി പറയുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ദുസ്വഭാവം എന്തായിരിക്കും? മടിയായിരിക്കും. അത് ആ ജനറേഷനും പറഞ്ഞിട്ടാണല്ലോ. എൻ്റെ മകനൊക്കെ മടി. തലപിടി മുറിക്കാൻ പറഞ്ഞാൽ മടി, താടി പിടിക്കാൻ പറഞ്ഞാൽ മടി, കുളിക്കാൻ പറഞ്ഞാൽ മടി, എന്തേലും മൂന്നിൽ കണ്ടാൽ ശരിയാണ്. അതെ, എന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഞാൻ ഇത്ര മടിയനായിട്ടുള്ള ഞാൻ എങ്ങനെ ആലപ്പുഴ ജിംഖാന പോലത്തെ സിനിമയും ഇതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. അതാണ് അത്. എനിക്ക് ആ ഒരു പാഷൻ, സിനിമ എന്ന് പറയുന്ന ഒരു സൈഡ് മാറ്റി വെച്ച് ഞാൻ ഭയങ്കര മടിയാണ്. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. എത്ര മണിക്ക് എനിക്ക് സാധാരണ? ഡിപ്പെൻസ്. 10-11 ഷൂട്ടില്ലാത്ത ദിവസം എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഓർഡർ ഉള്ള ഒരു ലൈഫുള്ള ഒരാളല്ലേ ഞാൻ. കംപ്ലീറ്റ്ലി തോന്നുന്ന പോലെ യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടാവുന്നു. ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പടക്കളത്തിന് ശേഷം ഇപ്പോഴാണ് യാത്രയ്ക്ക് പോയതല്ലേ? പടക്കളത്തിന് ശേഷം ഇപ്പോഴാണ് പോയത്. പക്ഷെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു ലേണിംഗ് ഉണ്ടാവില്ല. ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു മണമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യാത്രകള് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും എന്താ പറയാ, ഞാൻ ഫുഡിയാണ്. അപ്പൊ എന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്തായിരിക്കും, അവിടെ നിന്ന് എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യണം. എനിക്ക് മറ്റേ ഹോംലി ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ചിലവർക്ക് അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാർക്കൊക്കെ അവര് അവിടെ പോയാലും അവിടുത്തെ മലബാർ റെസ്റ്റോറന്റ് തപ്പും. ഞാൻ ഇവിടെ വന്നിട്ട് എന്തിനാടാ മലബാർ ഒന്ന് വീട്ടിലിരുന്ന പോലെ ഞാൻ ചോദിക്കാം. അപ്പൊ എനിക്ക് അവിടുത്തെ ക്യുസീൻ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഹൈ തരുന്നത് എനിക്ക് ഏറ്റവും അധികം അങ്ങനെ ക്യുസീൻ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കറിയാണല്ലോ ഇതെന്ന് തോന്നിയത് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിലെ കറി എന്ന് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തോപ്യൻ ക്യൂസീനില് അത് സത്യം പറഞ്ഞാൽ ഈ അടുത്ത് അന്ന് ആ സമയത്ത് പുറത്ത് പോയപ്പോൾ ഞാനങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കയറി ശരിക്കും നമ്മുടെ മുളകുശ്യവും നമ്മുടെ മീനിട്ട മാങ്ങയിട്ട മീൻ കറിയൊക്കെ അവർക്കുണ്ട്. അങ്ങനെ ഒരു അതില് വേറെയും ഉണ്ടാവും സാധനങ്ങൾ. പക്ഷെ ഇത് കേട്ടിട്ട് ഇത് നമ്മുടെ അങ്ങനെ ആ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് എക്സ്ട്രീം പോകുന്നോണ്ടായിരിക്കും. അതെ, അവനോനെ തന്നെ സ്ക്രീനിൽ കാണുമ്പോഴേ ആദ്യം എന്താ നോക്കുക? ഒരു ടെക്നിക്കാണോ, അവനോന്റെ മുഖമാണോ, അതോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ആണോ? ആദ്യമൊക്കെ ഞാനുണ്ടോന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. 18ാം പടിയിലൊക്കെ ഞാനൊക്കെ
പൂന്നുരുട്ട കുട്ടി എവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് അന്താക്ഷരി വന്നപ്പോഴും എന്റെ സിനിമ എന്നാന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. ഇപ്പം പടക്കളം ജിംഖാനയൊക്കെ വന്നപ്പോ കുറച്ചും കൂടെ സിനിമ മൊത്തത്തിൽ വർക്ക് ആവുന്നുണ്ടോ, ആദ്യത്തെ സീൻ തൊട്ട് ആൾക്കാർ എൻഗേജ്ഡ് ആവുന്നുണ്ടോ, ഓഡിയൻസിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി. ആദ്യമായിട്ട് എപ്പോഴാണ് താങ്കൾ ഈ ആൾക്കാർ താങ്കൾ വന്ന് സ്ക്രീനിൽ വരുമ്പോൾ ഒരു കയ്യടിയുടെ സീൻ ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ടോ ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട്? അത് ജിംഖാനയ്ക്കാണ് ഫസ്റ്റ്. ആ ഒരു നമുക്ക് അറിഞ്ഞൂടാത്ത, ഇപ്പം കൂട്ടുകാരെ കൈയടിക്കും, അതല്ലാത്ത ഒരു ഓഡിയൻസ് സിനിമയുടെ ക്യാരക്ടറിന് കൈയടിക്കുമല്ലോ, അത് ഫസ്റ്റ് ജിംഖാനയ്ക്കാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പടക്കളം വാസ് ഡിഫറെന്റ് അല്ലേ? മനുവിന്റെ കൂടെ വിചാരിച്ചെങ്കിൽ ബോഡി സ്വാപ്പ് ചെയ്യണം, മെന്റലി നിങ്ങൾക്ക് അഭിനയിക്കണം മറ്റാളായിട്ട്, ഷരാഫുദ്ദീനായിട്ട്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നമുക്ക് ശരിക്കും ചില സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആക്കും. പക്ഷെ ആ കൺഫ്യൂഷനിൽ സന്തോഷമുള്ള ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ അഭിനയിക്കുമ്പോൾ വേ യു കൺഫ്യൂസ്ഡ് വെൻ ഇങ്ങനത്തെ ഇത് അവിടെ ചെയ്യണം, അയാൾ ഇവിടെ പറയണം, ഇത് ഇവിടെ പറയണം എന്ന് പറയുമ്പോൾ? ആദ്യത്തെ സ്ക്രീൻ പ്ലേ റീഡിങ്ങിനുണ്ടായിരുന്നു. അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഈസി ആക്ച്വലി, നമ്മൾ വായിക്കുന്നതും കാണുന്ന പോലെയല്ല. അഭിനയിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇവര് മൂന്നുപേരും ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പ്ലേയും പിന്നെ ആ ഒരു കെമിസ്ട്രിയിൽ നമുക്ക് നാച്ചുറലി അതിലേക്ക് ഇന്നാവും. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഏറ്റവും അധികം സിനിമ പ്രോസസ്സിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇമോഷൻ ഏതാ പോർട്രേ ചെയ്യാൻ ബുദ്ധിമുട്ട്? ഇമോഷനോ? ഞാൻ അത്രയും സിനിമകൾ അഭിനയിച്ചിട്ടില്ല. എന്നാലും എനിക്കിങ്ങനെ ചുമ്മാതെ നിൽക്കാനാണ് പാട്. നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കൂലേ, നമുക്ക് ഡയലോഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ ആക്ടിവിറ്റി ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ ചുമ്മാ സ്ക്രീനിൽ നിൽക്കണം. അത് ഭയങ്കര ഓക്കോളാ. അതിനൊരു സീൻ ഞാൻ പറഞ്ഞുതരാം, അത് കണ്ടുപിടിക്കാവുന്ന സീനാ. ഇരുവരില് മറ്റേ പ്രകാശ് രാജും അദ്ദേഹം കൂടുതൽ സംസാരത്തിൽ നടുവിൽ ലാൽ സാറിന് ഒരു ഡയലോഗും ഇല്ല. അങ്ങനെ കണ്ണു മാറ്റം മാത്രം നമ്മൾ അങ്ങനെ മാത്രം സിനിമ. ഇത് വലിയ കാര്യം ഇവിടെ പറയാം, പുതിയ പാർട്ടി ഉണ്ടാക്കണം എന്ന് പറയാണ്. രണ്ടുപേരും ക്ലോസപ്പ് ആണ്, ഉഗ്രൻ സീൻ. അതേപോലെ തന്നെ കൊച്ചിൻ ചേട്ടൻ, അമ്പിളി ചേട്ടൻ ബാക്കിൽ അവർക്കൊന്നും ഉണ്ടാവില്ല, അവര് ചിലപ്പോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടോണ്ടിരിക്കും. അപ്പൊ അത് നമ്മള് പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ആ സമയത്ത് നമ്മള് ചിലപ്പോ ഒരു ഡയലോഗ് നാച്ചുറലി വരും, അപ്പൊ അത്രയും സീനിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ നിൽക്കണം. അപ്പൊ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് പ്ലേ ചെയ്താൽ മതി, ഇതാണ് മീറ്റർ, ഡയറക്ടർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഫ് തരുമല്ലോ. നമുക്കൊന്നും തരാതെ നമ്മൾ സ്ക്രീനിൽ നിൽക്കുന്നുണ്ട്, നമ്മളിങ്ങനെ നിൽക്കുക വലിയ തിയേറ്ററിൽ. അപ്പൊ എന്ത് ചെയ്യപ്പോ? അപ്പൊ അത് നമ്മള് പ്രസൻസ് ഓഫ് മൈൻഡിൽ നമ്മൾ പ്ലേ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ചാലഞ്ചിങ് പാർട്ട്. ഇംപ്രവൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു മൂന്നാണ്, ഇപ്പൊ സുരാജും ഷരാഫും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ഇവര് രണ്ടുപേരും നേരത്തെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന് എസ്പെഷ്യലി സുരാജിന് മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇംപ്രവൈസേഷൻ? ഇവരെല്ലാവരും എന്താ പറയാ, അതാണ് അവരുടെ ഒരു ഗുണം. അവര് ഭയങ്കര കൊളാബറേറ്റീവാണ്. അപ്പം ചിലപ്പോ ഒരു ടേക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടേക്കിന് മുന്നേ ഇവർ പറയും, എടാ നീ ഇങ്ങനൊരു സാധനം പറയാന്ന് പറയും. അപ്പൊ ചിലപ്പോൾ ഞാൻ ചോദിക്കും, സുരേട്ടൻ ഇങ്ങനൊരു സാധനം പറഞ്ഞോട്ടെ, നീ അത് പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം എന്ന് പറയാം. അപ്പൊ എല്ലാവരുമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബ് വരണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവര് ഒഫൻഡഡ് ആവുമോ എന്നുള്ളൊരു പേടി കിടക്കും. അപ്പൊ ഇക്കോല് എങ്ങനെയായിരുന്നു? എക്കോല് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കുറവാണ്. കുറെ ഓടിച്ചിട്ടുണ്ടല്ലേ? ഓടേണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സിനിമകളും ഒരുപാട് ഓടേണ്ടതാണല്ലോ. ആയിരിക്കും, എനിക്കറിയാം. അടുത്ത് വരുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ സിനിമ താങ്കളുടെ പോസ്റ്റ് ഞാൻ കണ്ടു, പക്ഷെ കഥ എനിക്കറിയാം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നിങ്ങൾ അസലാവും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതിൽ. അതെ. ഇപ്പൊ ഇനി ഞങ്ങളുടെ ഒരു എന്താ പറയാ, അവനോനെ പറ്റിയുള്ള ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് യു, റൈറ്റ്? സന്ദീപ് പ്രദീപ് ആക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ദ കൈൻഡ് ഓഫ് ചോയ്സസ് യു ഹാവ് ഡൺ ഇൻ യുവർ ലൈഫ് ആൻഡ് ഇൻ റോൾ, അതെന്തായിരിക്കും ആൾക്കാർ പറയാൻ ആഗ്രഹം? എനിക്ക് പറയാൻ ആഗ്രഹം ഒറിജിനാലിറ്റി ആണ്. എനിക്ക് ഗുഡ് മൂവീസിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ഒറിജിനൽ കോണ്ടന്റ് പ്ലേ ചെയ്യുന്നതിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഷോർട്ട് ടേം എയിം. ആ എയിം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മാറാതിരിക്കാം. ഇപ്പം മാക്സിമം ഒറിജിനൽസിൽ അഭിനയിക്കാം. ഭയങ്കര കിടിലൻ ക്രാഫ്റ്റുകൾ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാ പടവും കൊള്ളാലോ എന്ന് തോന്നണം. അപ്പൊ അത് ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതാണ് ഫിലിമോഗ്രഫി ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പരിപാടി പിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അധികം ഒരു ഫീമെയിൽ ആക്ടറിന്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ അത് ആരായിരിക്കും? എനിക്ക് ശോഭന ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. എനിക്ക് ചേച്ചിയുടെ ഭയങ്കര ക്രഷായിരുന്നു കൊച്ചില്. അപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല, ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ചെന്നൈയിൽ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാം. ആണോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിരുന്നു വീട്ടിൽ പോയിട്ട്. അപ്പൊ ഇത് അതാണ് ആൾക്കാർ ഒരുപാട് പേര് ഒരു ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് ആയിരുന്നു. ആണോ? എക്സ്പ്രഷൻ എന്തൊരു ഭംഗി, ഒരു ക്യാമറ പോയി എനിക്ക് ചോദ്യം പുറത്തുപോയി. ചേച്ചി ഭയങ്കര ഭംഗിയായിരുന്നു. മഞ്ചത്തല ഏത് എത്ര ക്ലാസ്സിലാണ് കണ്ടേ? ഒന്നില്
അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ തനിക്ക് ഇത്ര പ്രായമുണ്ടെന്ന് ഞാൻ അറിയില്ല. ഐ തോട്ട് യു വർ 22 years old. ഞാനും മമ്മൂക്കൊക്കെ ഒരേ ലൈനാ, പ്രായം കണ്ട അങ്ങനെ പറയില്ല. സന്തോഷായി, അതാണ് എന്റെ തമ്പ. അയ്യോ അത് പറയില്ലേ, ഞാനും മമ്മൂക്കയും ഒരേപോലെ എന്ന് പറഞ്ഞ് ഞാൻ ഏറെ കയറി ഏറെ കുറച്ച് കാലം അവിടെ നിൽക്കും, അതുകൊണ്ട് പറയുന്നില്ല. വേണ്ട. സുന്ദരനും നല്ല സുശീലനുമായി ഇങ്ങനെ ഇരിക്കുക. അതെ, എന്തായാലും നന്നായി കുട്ടിയെ കണ്ടത്. എത്ര കാലമായി. ഇനി ഈ സിനിമയുടെ എക്കോ പല സിനിമകളിലേക്കും എക്കോ ആയി മാറി വലിയ തരംഗമായി മാറട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.